ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് കുട്ടികൾക്കെല്ലാം നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പൊട്ടാറ്റോ ബ്രെഡും വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ റോൾസ് ഉണ്ടാക്കാനായിട്ട് ഒരു 3 പൊട്ടാറ്റോ അത് നന്നായി വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി സവാള ഇട്ട് കൊടുക്കണം. ഞാൻ നന്നായി ചോപ്പ് ചെയ്ത് വെച്ച സവാളയാണ്, 2 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇനിയൊരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും വേപ്പിലയും കൂടെ പൊടിയായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്തിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ. കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർക്കാം, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. ഇനി അല്പം ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഗരം മസാലപ്പൊടി ഒരു നുള്ള് ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ബൗൾ നിറയെ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് പൊട്ടാറ്റോ റോൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ റോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതൊന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് മൈദയിൽ അല്പം വെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നന്നായി തന്നെ ലൂസാക്കി എടുക്കണം. ആദ്യം കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാലൻസ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് നന്നായി ലൂസാക്കി എടുക്കണം. ഇത്രയും ലൂസ് മതിയാവും. ഇതിപ്പോൾ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ റോൾസായിട്ട് ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിലിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഓരോന്നായിട്ട് നമുക്കിതിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ റോൾസ് എല്ലാം മൈദ മിക്സിലും പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് ഓരോന്നായിട്ട് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി നമുക്കൊരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്.
ഇനി ഈ സൈഡും കൂടെ നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളത് അധികം നേരം ഓയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വന്നാൽ മതിയാവും. ഇത് ഓൾറെഡി നമ്മൾ ബോയിൽ ചെയ്തെടുത്തിട്ടാണ് പൊട്ടാറ്റോ എല്ലാം, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയി വരും. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ക്രിസ്പിയായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ റോൾസും നന്നായി തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്